എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയാവുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയലായ മാനും മാൻകുട്ടിയും എന്ന ആ ചിത്രം ഫയലായി സ്വീകരിച്ച നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? നിങ്ങൾക്കതറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ടാകും. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു? നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനില്ല. നിങ്ങൾ ആ വ്യക്തിയെ ധാരാളമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിയെ. ആ വ്യക്തിക്കൊപ്പം ചേർന്ന് ജീവിച്ചു പോകാനാണ് നിങ്ങൾക്കിഷ്ടം. എന്നെന്നും നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥാനം നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് മതിയായ സ്ഥാനം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിന് ഉത്തരമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യക്തി ഒരു രക്ഷകർത്താവിനെ പോലെ, ഒരു ഗാർഡിയനെ പോലെയാണ് നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളുടെ നല്ല വിജയങ്ങൾ ആ വ്യക്തി സ്വപ്നം കാണുന്നു. ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നു മനസ്സിൽ. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, എന്നോട് സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ മനസ്സിൽ ആ വ്യക്തിയോട് സ്നേഹമുണ്ട്, പക്ഷെ ആ വ്യക്തി എന്നോട് കൃത്യമായ സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവങ്ങൾ. ആ വ്യക്തി കൃത്യമായ സ്നേഹം നിങ്ങളോട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി കൂടണം, അല്ലെങ്കിൽ ആ വ്യക്തിക്കും സ്ഥാനം വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നതും നിങ്ങൾ മറ്റുള്ളവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതൊന്നും ആ വ്യക്തിക്ക് സഹിക്കുന്നില്ല. ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ നന്മയാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ നന്മ ഇഷ്ടപ്പെട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു പരാജയം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാകാൻ പാടില്ല എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വിജയമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് ഏതെല്ലാം മേഖലയിലാണോ പിന്നോട്ടുള്ളത്, ആ മേഖലയിൽ നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ആ വ്യക്തി നിങ്ങളിൽ അധികാരം കൂടുതൽ എടുക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, രക്ഷകർത്തൃത്വം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. മറ്റാരുടെയും സഹായം നിങ്ങൾ തേടുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. ആ വ്യക്തി തന്നെ നിങ്ങളെ സഹായിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എപ്പോഴും സൗമ്യഭാവത്തോടെ നിങ്ങളെ സംരക്ഷിച്ച് കൂടെ നിർത്താനാണ് ആ വ്യക്തിക്ക് ആഗ്രഹം. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. നമുക്ക് വെളുത്ത പൂമ്പാറ്റ ഫയലായി തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് മറ്റ് ഒരു തലത്തിലാണ്. സാധാരണ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ അല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരു സ്പിരിച്വലായ ബന്ധം, ഒരാത്മീയ തലത്തിലുള്ളൊരിഷ്ടമാണ്. ആ വ്യക്തി ആത്മീയ പ്രാധാന്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തി ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാത്മീയ പ്രാധാന്യത്തോടെ കാണുന്നു. സാധാരണ
മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല ആ വ്യക്തി കാണുന്നത്. ആ വ്യക്തി സ്വയമേവ തന്നെ ഈശ്വര വിശ്വാസം കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ഏത് മതവിശ്വാസിയാണെങ്കിലും ആ ഈശ്വരനോട് അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ശക്തിയോട് വല്ലാത്ത കൂറും ഉത്തരവാദിത്വമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി എപ്പോഴും മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നാകണമെന്നുള്ള അകമമായ ആഗ്രഹം എപ്പോഴും ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി തൻ്റെ ഈശ്വരനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിയുമായി ഒരു മികച്ച ബന്ധം വേണമെന്നാണ്. ആ വ്യക്തി കളിതമാശയായിട്ടല്ല നിങ്ങളുടെ ബന്ധത്തെ കാണുന്നത്. ആ വ്യക്തിക്ക് അങ്ങനെ കളിതമാശയായിട്ട് കാണാനും കഴിയില്ല. വളരെ പോസിറ്റീവായ തലത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ആ വ്യക്തി കാണുന്നു. ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങളെ പെട്ടെന്ന് മറക്കാനോ നിങ്ങളെ പെട്ടെന്ന് വഞ്ചിച്ച് പോകാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നും ഉണ്ട്. ഈശ്വരൻ തനിക്ക് നൽകിയ ഒരു വരദാനമാണ് നിങ്ങളെന്നുള്ളതാണ് ആ വ്യക്തി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ ഒരു അലോസരമുണ്ടാകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ഈശ്വരൻ തനിക്ക് തന്ന ഈ ബന്ധത്തെ എന്നെന്നും നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത്, എന്നെന്നും സംരക്ഷിച്ചു നിർത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ഉത്തമ ബോധ്യം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്ഥാനം വലുതാണ്. ഒരു ആത്മീയ ചൈതന്യത്തോടെയാണ്. മറ്റു ഒരുപാട് ആളുകളിൽ നിന്നും ഈശ്വരൻ എനിക്കായി നൽകിയ ഒരു വ്യക്തി, മറ്റൊരുപാട് ആളുകളിൽ നിന്നും ഈശ്വരൻ എനിക്കായി കനിഞ്ഞു നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ആ വ്യക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുമിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു തലം തന്നെ ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് ആത്മസംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ അനുഗ്രഹിച്ച ദൈവം തനിക്ക് നൽകിയതാണ് നിങ്ങൾ എന്നാണ് ആ വ്യക്തി കരുതുന്നത്. അല്ലാതെ വെറുതെ ഉണ്ടായതല്ല ഈ ബന്ധം എന്ന ഉത്തമ ബോധ്യം ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ വ്യക്തി വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കാണുന്നത്. ഒരിക്കലും ആ വ്യക്തിക്ക് ഈ ബന്ധത്തിനെ ബഹുമാനിക്കാതിരിക്കാനോ ആരാധിക്കാതിരിക്കാനോ കഴിയില്ല. അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ആ ബന്ധത്തെ എന്നെന്നും ഒരുമിച്ച് നിർത്തുന്ന ഒരു സ്വഭാവമാണ് ആ വ്യക്തിക്കുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.